അപ്പോ ആളെ പിടിച്ചിരിച്ച് സുജിത് ഭക്തന് വർഷങ്ങളായിട്ട് കമന്റ് ഇട്ടിരുന്ന ആ കമന്റോളിയെ പിടിച്ചിരിക്കുകയാണ്. അവന്റെ മുഖം പുറത്ത് കാണിക്കാനായിട്ടില്ല എന്നുള്ളതാണ് സുജിത് ഭക്തന്റെ വീഡിയോയിൽ നിന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. പക്ഷെ അന്തേറിട്ട് മോഞ്ചേ പത്രക്ക് വേട്ടാവളിയാ, എത്ര നല്ല മാന്യമായ ഒരു ജോലി, കണ്ടാൽ മാന്യത തോന്നിക്കുന്ന ഒരു മുഖം, കയ്യിലിരിപ്പ് ഒരുമാതിരി മറ്റേ പറയില്ല എന്ത് ഉദാഹരണം ഞാൻ പറഞ്ഞു, മാന്യമായ ഒരു ഉദാഹരണം ഞാൻ എന്ത് പറയും, പൊട്ടിയൊലിച്ച സെപ്റ്റിക് ടാങ്കിന്റെ സ്വഭാവം കാണിക്കുന്ന എന്റെ പൊന്നെ അജാതി ഒരു റോക്കറ്റ് മകൻ. ഓക്കെ, അപ്പം എന്താണെങ്കിലും സുജിത് ഭക്തൻ വൈഫും കൂടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ കേസ് കൊടുക്കാൻ പോയതും പിന്നെ അവരുടെ ബാക്കി അവർ ആ വ്യക്തിയെ വിളിച്ച് സംസാരിച്ച സമയത്ത് ആ വ്യക്തിയിൽ നിന്നും ആ വ്യക്തിയുടെ അച്ഛനിൽ നിന്നും പ്രൊഡക്ഷൻ ഹൗസും നല്ല വെച്ചാ വന്ന വഴി ശരിക്കും മനസ്സിലാവും. അതെ, വന്ന വഴി. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സുജിത് ഭക്തന്റെ വീഡിയോന്റെ തുടക്കം കാണാം. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു. അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ ഇതിനകത്ത് കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നടന്നു. ശരിക്കും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകാനായിട്ടുള്ള മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആക്ച്വലി ഫൗണ്ട് എ പേഴ്സൺ. ആരാന്ന് ഞങ്ങൾ പറയില്ല ഇപ്പോൾ, കാരണം അതിനകത്ത് 99% നമ്മൾ കൺഫേംഡ് ആണ്. കൺഫേംഡ് ആക്ച്വലി 100% കൺഫേംഡ് ആണ്. പക്ഷേ ഇത് പറയാനായിട്ട് നമുക്കൊരു പരിമിതി മാത്രമല്ല, അല്ലെങ്കിൽ ദർ ഇസ് സംതിങ്, അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളിത് പറയും, ഇതിനെ റിവീൽ ചെയ്യും. ഇവനാണ് ആളെ, പെണ്ണല്ല ഇവനാണ്. ഇതിനെ നമ്മൾ റിവീൽ ചെയ്ത് അവനെ ഈ പറഞ്ഞ പോലെ ലോകത്തിന്റെ മുമ്പിൽ എന്നെ കൊണ്ടാവുന്ന എന്തൊക്കെ എനിക്ക് അവനെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. നിങ്ങളെ കാണിച്ചിരിക്കും. ലീഗൽ സൈഡ് അവനെ പൂട്ടിയിരിക്കും. ഇവൻ ഇന്ത്യയിലല്ല, അതാണ് ഇവന്റെ ഏറ്റവും വലിയ അഹങ്കാരം. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അവൻ വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ്. അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അവൻ വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഇന്ത്യക്ക് വെളിയെ ഇരിക്കണ ഒരു വളിയൻ താൻ ഇന്ത്യ നേരിട്ട് മൂഞ്ചി. അപ്പോൾ ഇവന്റെ ഫോട്ടോയോ ഡീറ്റെയിൽസോ ഒന്നും സുജിത് ഭക്തൻ പുറത്ത് വിട്ടിട്ടും പറയുന്നില്ല. അതിന് കുറച്ച് കാര്യങ്ങൾ കഴിയാനുണ്ട്. എന്താണെങ്കിലും FRK വ്ളോഗ്സ് സുജിത് ഭക്തന് കമന്റ് ചെയ്യുന്ന ഇതേ വേട്ടാവളിയൻ തന്നെയാണ് FRK വ്ളോഗ്സിനും കുറച്ച് വർഷങ്ങളായിട്ട് FRK വ്ളോഗ്സിനെയും ഭാര്യനെയും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. FRK ഇവന്റെ മുഖത്ത് വെക്കാവുന്നതിൽ കറക്റ്റ് സൈനും വെച്ചിട്ടുള്ള ഫോട്ടോ ഇട്ടു അല്ലേ? കറക്റ്റ് സാധനം, ഒന്ന് കോമാളി, ഒന്ന് ഛർദ്ദിച്ച് വെച്ചത്, ഒന്ന് തീട്ടം, കറക്റ്റാണ്. അതിലൊന്നും അവൻ്റെ അച്ഛനും കൂടി കൊടുത്തായിരുന്നു സെറ്റ് ആയിട്ടുണ്ടാവും. അയ്യോ സോറി നോ, അച്ഛൻ ഇസ് നോട്ട് തീട്ടം ഉണ്ടാക്കിയ എസെൻസ്. അല്ല, അച്ഛന് ചോയ്സ് കൊടുത്താണ് ആ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിൽ. അല്ല, ഈ മൂന്നും പറ്റില്ല, എസെൻസേ പറ്റുള്ളൂ. എസെൻസ് എന്നാണല്ലോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അതെ. അപ്പൊ എന്താണ് ഇത് FRK അങ്ങനെ ഒരു റീല് ഇവന്റെ ഫോട്ടോന്റെ മുകളിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് time to expose this individual, you will be shocked like us who it is. Detailed video shall be posted with proof എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഷോക്ക് ആയോ കണ്ടപ്പോ? ആളെ കണ്ടപ്പോ are you shocked? Yeah, sure. shocked. ഈ ഷോക്ക് ആയോ? ആയല്ലേ? കണ്ടാൽ അങ്ങനെ മാന്യതയുടെ മുഖം മൂടി അറിഞ്ഞ കൊറേ. ഏത് രാജ്യത്താ? അങ്ങനെയൊക്കെയാണ്. അയാളെ കണ്ട റഷ്യയിലെ ജില്ലാ കളക്ടർ ലുക്കൊക്കെ ഉണ്ട്. ആണല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ അടുത്തത് റെഡിറ്റ് അല്ല, YT അല്ല, ഇൻസ്റ്റ അല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിനാണേലും പൊക്കിയിരിക്കും. യു മെസ്റ്റ് വിത്ത് ദ റോങ് വ്ളോഗേഴ്സ് മിസ്റ്റർ ഓവർ കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് FRK ഒരു റീൽ ഇട്ടതിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഫൈൻ. അപ്പൊ നമുക്ക് സുജിത് ഭക്തന്റെ ബാക്കി വീഡിയോന്റെ പോർഷൻസും കൂടി കാണാണ്ട്. കാരണം ഈ മാന്യതയുടെ മുഖം മൂടി, അതായത് പകൽമാന്യനായിട്ടുള്ള ഇവന്റെ സീൻ എന്താ പറയുക, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഫസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തരം കുത്തിക്കഴപ്പാന്നുള്ളത് നമുക്ക് ഇപ്പൊ ഞാൻ പറയാലോ. എനിക്ക് ഇവരുടെ എൻറ്റയർ കോൺവെർസേഷൻ കേട്ടപ്പോഴും അല്ലെങ്കിൽ ഈ ഉണ്ടായ സംഭവങ്ങളിലൂടെ ഒക്കെ പോകുമ്പോഴും ഈ പണി ചെയ്യുന്ന, ഈ ആക്ടിവിറ്റി ചെയ്യുന്നവൻ ഒരു അപ്പർ ക്ലാസ് ലിവിംഗ് ഉള്ള സൊസൈറ്റിയിൽ ഭയങ്കര മാന്യതയുടെ, അതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നല്ല ജോലി, നല്ല സ്ഥലത്ത് സെറ്റിലായി, നല്ല രീതിയിൽ പോകുന്ന ഒരുത്തന് ഇവന്
എന്ത് ഫ്രസ്ട്രേഷൻ ആണ് ഇവന് എന്താണ് എന്തിന്റെ ആണ് എന്നുള്ളത്. ഇനിയിപ്പോ സാധാരണക്കാരനാവാൻ പറ്റിയില്ലെങ്കിൽ അതാണ് തോന്നുന്നുണ്ട് അല്ലേ. ഞാനൊരു റിച്ച് ആണ്, എനിക്ക് സാധാരണക്കാരെ കണ്ടില്ല പുച്ഛമാണ് അല്ലെ, അങ്ങനെ എന്തോ സ്കീമാണോ എന്ന് അറിയില്ല. എനിക്ക് ഇത്ര സൗന്ദര്യം ആ സ്കീമിലാണോ അവന്റെ ഡയലോഗും വർത്താനൊക്കെ. നിനക്ക് ഇതിന് മാത്രം മാനസിക രോഗം എവിടെ നിന്നാണ് വന്നേക്കുന്നത്? ഇത്രയും സമയമുണ്ടോ? ഇതിന് മാത്രം സമയമുണ്ടോ? നിന്റെ പ്രൊഫൈൽ, നിന്റെ മുഖം കണ്ടാ പറയുവോടാ നീ ഇത്രക്ക്, നീ എന്തൊരു മാന്യനാടാ നിന്റെ മുഖം കാണുമ്പോഴത്തേക്കിനും. ഞാൻ നിന്റെ ഫോട്ടോസ് പലർക്കും ഞാൻ അയച്ചു കൊടുത്തപ്പോഴത്തേക്കിനും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുവോ, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുവോ, ഇവനെ കണ്ടാ പറയത്തില്ലല്ലോ. അതാണ്, കണ്ടാ പറയത്തില്ല പല ആൾക്കാര് പകൽമാന്യന്മാരായിരിക്കും, പക്ഷെ ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് അത് വേറെ ആയിരിക്കും. ഞങ്ങള് ഇവനിലേക്ക് എത്തി. അതായത് നമുക്കൊരാളെ, ഒരു നാട്ടിലൊരു മലയാളി, പ്രത്യേകിച്ച് ഒരു മലയാളിയെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ. നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ ലോകമെമ്പാടും ഉണ്ടല്ലോ. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം ഓഫ് മൈ ഫോളോവേഴ്സ് ഐ ഫൗണ്ട് ഹിസ് നമ്പർ. അവന്റെ കോണ്ടാക്ട് നമ്പർ വന്നു. ഞാൻ ഇവന് മെസ്സേജ് അയച്ചു. പാല് കൊടുക്കാം, അമ്മമ്മ എടുത്ത് ഇവന് മെസ്സേജ് അയച്ചു. ഇവന് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കിനും ഇവൻ ഫസ്റ്റ് ഓഫ് ഓൾ ഷോക്ക് ആയിട്ടുണ്ടാവും. ഇവൻ റെസ്പോണ്ട് ചെയ്തില്ല. എനിക്കൊരു ഇമെയിൽ വന്ന ആ മൊമെന്റ്, അതായത് ഇവൻ ഡെയിലി ഇമെയിൽ അയക്കുമല്ലോ, എനിക്ക് ഇമെയിൽ വന്ന ആ മൊമെന്റിലാണ് ഞാൻ ഇവന് മെയിൽ അയക്കുന്നത്. അപ്പോൾ ഇവൻ ഷോക്കായി, ഇവൻ റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ ഇവനെ വിളിച്ചു വാട്സപ്പിൽ. അപ്പോൾ ഇവൻ എടുത്തില്ല. ഞങ്ങൾ ഇവനെ വാട്സപ്പിൽ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവനെ ഫോൺ വിളിച്ചു. അപ്പോൾ അവിടെ US ടൈം ഒരു 10 മണി എന്തോ ആണെന്ന് തോന്നുന്നു രാത്രിയിൽ. ഇവനെ ഫോൺ വിളിച്ചപ്പോൾ വോയിസ് മെയിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സുജിത് ഭക്തനാണ്, എനിക്ക് ഇതിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ആള് വാട്സപ്പിൽ തിരിച്ച് വിളിച്ചു. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ അവൻ ചോദിക്കുന്നു വാട്ട് ഈസ് ദിസ് അബൌട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് അബൌട്ട് ആൻ ഓൺലൈൻ അസോൾട്ട് എന്ന് മാത്രം പറഞ്ഞു. ഇറ്റ്സ് അബൌട്ട് ആൻ ഓൺലൈൻ അസോൾട്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആ മൊമെന്റിൽ അവൻ എന്നോട് പറയാണ് 100% യു ഗോട്ട് എ റോങ് പേഴ്സൺ. അതായത് ഇത് ഞാനല്ല എന്ന്. അതായത് ഇറ്റ്സ് അബൌട്ട്, ഒരാളെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് സംസാരിക്കണം, ഇറ്റ്സ് അബൌട്ട് ആൻ ഓൺലൈൻ അസോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും അതെന്തായിരിക്കും എന്ന് അവൻ എങ്ങനെ ഗസ് ചെയ്യുന്നു? അവൻ എങ്ങനെ പറയാൻ പറ്റും അത് ഞാനല്ല എന്നത്? നീയാണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ അവൻ എന്നെ അറിയാം 100%. അത് അവനാണ് ചെയ്തതെന്ന് അവൻ അറിയാം. എന്നിട്ടാണ് അവൻ ഉരുണ്ട് കളിക്കുന്നത്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രൂഫ് കിട്ടുക. അതായത് ഇത് കിണ്ണം പ്രൂഫാണ്. അതായത് ഇവൻ കോൺവെർസേഷൻ സുജിത് ഭക്തനായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് സുജിത് ഭക്തൻ ആരാന്ന് അറിയില്ല, എനിക്ക് നിങ്ങൾ ആരാന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ കോണ്ടന്റുകൾ അറിയില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആരാന്നേ അറിയില്ല, അത് മനസ്സിലായി. കേരളത്തിൽ അങ്ങനെ ഒരു വ്യക്തിനെ അവനെ അറിയില്ല. പക്ഷെ ഒരു മെസ്സേജ് വന്നിട്ട് ആ മെസ്സേജിനകത്ത് കൃത്യമായിട്ട് ഇറ്റ്സ് അബൌട്ട് ആൻ ഓൺലൈൻ അസോൾട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് യു ഗോട്ട് ദ റോങ് പേഴ്സൺ. എടാ പെട്ടതിന്റെ മുകളിൽ പിന്നെയും തൂറി മെഴുകണം. ഓൾറെഡി ഈ തീട്ടം അതിന്റെ ഇനിയും മെഴുകണോ ഈ ഇതെന്താ പറയുക, ഇത് ശരിക്ക് ഒരു പണിയാണ്. ഇവരെ ശരിക്ക് പിടിച്ചിട്ട് 4 ആളെ മുന്നിൽ ഇവനെ എക്സ്പോസ് ചെയ്ത് വിടുന്ന ആ സമയത്തിനെ ഞാൻ കാത്തിരിക്കുന്നത്. കാരണം എന്താ അറിയോ, കക്കാൻ മാത്രമേ അറിയുള്ളൂ, നിൽക്കാൻ അറിയില്ല. അതാ പ്രശ്നം. അല്ല, ഇവരൊക്കെ ഒരു ചിന്ത ഉണ്ട്. എത്ര ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ആരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന്. എസ്പെഷ്യലി പുറത്ത് സെറ്റിൽഡ് ആയിട്ടുള്ള കുറേ ആളുകൾക്കുള്ളൊരു ചിന്തയാണ്. ഓക്കെ, പുറത്തുനിന്നാവുമ്പോൾ പിന്നെ ഒട്ടും ഇവിടുത്തെ നിയമങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി പുറത്തെ നിയമം വെച്ച് നോക്കിയാലും ഇവന്മാർ പെടും. പുറത്തെ നിയമം വെച്ച് നോക്കിയാലും നിങ്ങൾ പെടും. ഇവൻ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തിന്റെ നിയമത്തിനെതിരായിട്ടുള്ള പ്രവൃത്തി കൂടിയാണ് ഇവൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിന്റെ മുകളിലാണ്ട് ഊരി പോരാന്ന് മോൻ വിചാരിക്കണ്ട. അവിടെയും നിനക്ക് കേസ് വരും, അവിടെയും നീ പെടും. ഓക്കെ, എന്തായാലും ഇവന്റെ മുഖം വരുന്ന ദിവസമാണ് ഞാൻ കാത്തിരിക്കുന്നത്. കാരണം മുഖം വെച്ചിട്ട് ഇവനെ 10 പറയണം. എന്നിട്ട് അതിനുശേഷം കറക്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവൻ എനിക്ക് മെയിൽ അയച്ചിരിക്കുകയാണ്, ഐ ആം വാർണിംഗ് യു ദാറ്റ് യു ഗോട്ട് ദ റോങ് ഗൈ. ഐ ഗോട്ട് ദ റോങ് ഗൈ നീ എങ്ങനെ മനസ്സിലാക്കണം മണ്ട? അല്ലേ, ഇവൻ എങ്ങനെ മനസ്സിലായി ഐ ഗോട്ട് ദ റോങ് ഗൈ? എന്നിട്ട് ഒരു നീണ്ട ഇമെയിൽ കട്ടുകട്ടി ഇംഗ്ലീഷില്, അത്രയും നാൾ ഇവൻ എനിക്ക് ഇതുപോലൊരു മെയിൽ അയച്ചിട്ടില്ല. ഇവൻ വൃത്തികെട്ട ഭാഷയിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി കടുകട്ടി ഇംഗ്ലീഷില്, പ്യോർ ഇംഗ്ലീഷില് ഇംഗ്ലീഷുകാരനായി. അവൻ അത്രയ്ക്ക് പേടിച്ച് തൂറി ഇരുന്നിട്ടാണ് അവൻ എന്താ പറയാ ആ മെയില് എനിക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചത്. നിങ്ങൾ വായിച്ചു നോക്കാം ആ മെയില്. ടു പ്രൂവ് ദാറ്റ് പ്ലീസ് ചെക്ക് ദ ഹെഡേഴ്സ് ടു ഗെറ്റ് ദ IP അഡ്രസ്സസ് ഓഫ് ഓൾ അതർ ഇമെയിൽ. പിന്നെ ഹെഡർ നോക്കി കണ്ടുപിടിക്കാൻ ഞാൻ എന്നാ ഉണ്ണാക്കാനാണോ, ഞാൻ എന്നാ പൊട്ടനാണോ ഹെഡർ നോക്കി കണ്ടുപിടിക്കാൻ?
publishing and causing severe damage to an otherwise innocent person's reputation can have disastrous consequences for you based on mere speculation and guesswork. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പോലും ഞാൻ നിന്റെ ഐഡന്റിറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ നിന്നെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നിന്റെ ഐഡന്റിറ്റി പറഞ്ഞിട്ടില്ല, ഞാൻ നിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല, നിന്റെ പേര് പറഞ്ഞിട്ടില്ല, നിന്റെ ഫോട്ടോ കാണിച്ചിട്ടില്ല, നിന്റെ വീഡിയോ കാണിച്ചിട്ടില്ല, ഒന്നും കാണിച്ചിട്ടില്ല. നിന്റെ ഫേക്ക് മുഖം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇല്ലേ? പിന്നെ since you have blatantly exposed his identity, if he comes to know about it, you are in for deep trouble. ആണോടാ മോനെ ചക്കരെ തക്കടുവാവേ? എന്നിട്ട് ഇവന്റെ ഒരു ഭയങ്കര വാർണിംഗ്. എന്നിട്ട് അതിന്റെ അവസാനം ഇവൻ എഴുതിയിരിക്കുകയാണ്, all you want to do is show off your fatty wife who is not capable of anything other than eating and packing those kilos that you are a hero, and then you gain sympathy from the users. You make a video being the crybabies you are. Unfortunately, you are nothing but a shikari shambu, Miss Fatty. As you say, I cannot break you mentally. That was the least thing I wanted to. You do not even have the mental strength and determination. ഇവൻ അവിടെയും ഇവൻ വീണ്ടും ഇവന്റെ ഫ്രസ്ട്രേറ്റഡ് സാധനം പുറത്തെടുത്തിട്ട് ഇൻ എ വെരി ഡീസന്റ് ലാംഗ്വേജ് മാൻ. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. അതൊക്കെ വീണ്ടും 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 നീ തന്നെയാണെന്ന് തെളിയിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ മാനസിക രോഗിയാണെന്നും പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ കോടതി ശിക്ഷിക്കുമോ? ഇല്ലല്ലോ. അതും ഒരു പ്രശ്നമാണല്ലോ ശ്വേത. നീ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിക്കൊണ്ട് വരണേ, നീ മാനസിക രോഗിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴേ കേട്ടോ. കുഴപ്പമില്ല, നിന്റെ ഫോട്ടോ എടുത്ത് ഞാൻ പബ്ലിക്കിനെ മുമ്പിലിട്ട് നാട്ടിച്ച് നിന്ന് ഞാൻ ശിക്ഷിച്ചോളാം. അതിന്റെ പേരിൽ നീ എനിക്കെതിരെ ഡീഫമേഷൻ കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ നിനക്ക് കാശൊന്നും തരാൻ പോകുന്നില്ല. ഞാൻ വേണേ കാശ് തരാതെ ഞാൻ വേണേ ജയിലിൽ പോയി കിടന്നോളാം. അതിന്റെ പേരിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ ഉണ്ടാക്കെന്താന്ന് വെച്ചാൽ ജിത്തുഭായ്, ഈ മരപ്പാഴുണ്ടല്ലോ, ഇവൻ ആളെ ട്രാക്ക് ചെയ്തു അറിഞ്ഞപ്പോ ഇവൻ ചെയ്ത മണ്ടത്തരങ്ങൾ എന്തൊക്കെയാ അറിയോ? ഇവൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്തോളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ അത് ഡീആക്ടിവേറ്റ് ആയ സാധനം പിന്നെ ആക്റ്റീവ് ആക്കി, പിന്നെ ഡീആക്ടിവേറ്റ് ആക്കി കളഞ്ഞു. ഇവൻ അങ്ങനെ കൊറേ അത് പെട്ടുപോയിട്ട് ഒരാള് അതായത് കൂട്ടിൽപ്പെട്ട വരികില്ലേ, അതിന്റെ അവസ്ഥയാണ് ഓന് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിന്റെ ഇടയിൽ ടൈപ്പ് ചെയ്തിട്ടാണ് ഈ മാസ് തൂറാൻ വേണ്ടിട്ട് എന്താ വെച്ചത് ഇങ്ങനെ ഒരു മെയിൽ തിരിച്ചു, അതായത് ഒന്ന് പേടിപ്പിക്കുകയാണ്. എടാ മണ്ട, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ അല്ലാന്ന് എന്തിന് ഇനി മനസ്സിലാവാത്തെന്ന് വിചാരിച്ചോ? ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലിടും, ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. കാലം പുരോഗമിച്ചില്ലടാ പോലെ. നീ ഇല്ലെങ്കിൽ വായിച്ചില്ലടാ ഈ പറഞ്ഞ ഇംഗ്ലീഷും പണ്ട. ഇതിലും വലിയ മെയിൽ അനക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ എയിൽ ഞങ്ങൾ ചോദിച്ച് മെയിൽ എടുത്തിട്ട് അത് ഞങ്ങൾ അയക്കും. മനസ്സിലായോ? അല്ല പിന്നെ കുറെ എണ്ണങ്ങളുണ്ട് ഇങ്ങനെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കും കുറെ എണ്ണങ്ങൾ. അത് നാട്ടിലും ഉണ്ട് കേട്ടോ കുറെ എണ്ണങ്ങൾ. അതായത് ഒരു സംഗതിയില്ല, യൂസർ നെയിം 12345 തന്തേന്റെ എണ്ണാവോ എഴുതി വെച്ചിട്ടുണ്ടാവുക. യൂസർ നെയിം ഇത്ര തന്ത. അങ്ങനെ കുറെ എണ്ണങ്ങളുണ്ട്, ഫേക്ക് കോളികൾ. പിന്നെ കുറെ എണ്ണം സൂപ്പർമാൻ്റെ ഡീപ്പ് ഇട്ടിട്ടുണ്ടാവും, കുറെ എണ്ണം സിനിമാ നടന്മാരും നടിമാരും ഡീപ്പ് ഇട്ടിട്ടുണ്ടാവും. സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഒരാളെ വന്നിട്ട് ഒരു ക്രിട്ടിസൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഓക്കെ, 10 തെറി വിളിച്ചാലും ഓക്കെ. കാരണം അങ്ങനെ തെറി വിളിക്കണമെങ്കിൽ തിരിച്ചെഴുതി തെറി വിളിക്കുമ്പോൾ നമുക്ക് സമാധാനമാണ്. ഇത് തന്തല്ലാത്തവനെ പോയി തെറി വിളിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ലല്ലോ. തന്തല്ലാത്തവനും തന്തല്ലാത്തവളുമാരും വന്നിട്ട് തെറി വിളിച്ചു പോകുമ്പോൾ നമ്മൾ തിരിച്ചു വിളിച്ചതിന് ഒരു സുഖമില്ല. അപ്പോൾ വളരെ മാന്യമായിട്ട് എന്ത് ചെയ്യുക, സ്വന്തം പ്രൊഫൈലിൽ നിന്ന് വന്ന് വിളിക്കാൻ നോക്കുക. പിന്നെ ഈ കാട്ട് കള്ളൻ ഇവൻ പെട്ടതാണ്, ലിറ്ററലി കുടുങ്ങി ഇവൻ. പിന്നെ ഇവൻ നാട്ടിൽ വരുമോ വരില്ലേ എന്നുള്ള അറിയില്ലെങ്കിലും ഇവൻ അവിടെ പണി കിട്ടും. ഇവൻ ഇവിടെയും കിട്ടും, ഇവൻ അവിടെയും കിട്ടും. ഓടി രക്ഷപ്പെടാൻ കൊണ്ട് നാട്ടിൽ വരുമ്പോഴും സുഖം ഇവൻ അവിടെ ഉണ്ടാവില്ല. കാരണം ഇവൻ ചെയ്ത ക്രൈമിന്റെ ഇന്റൻസിറ്റി വെച്ചിട്ട് ഇവൻ ഏത് രാജ്യത്താണോ ആ രാജ്യത്ത് ഇവനെ പണിഷ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. അല്ല, ഇവൻ അത്രയ്ക്കൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല എന്നുള്ളതാണ് ഈ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നത് മനസ്സിലാവും. നല്ല ബുദ്ധി ഉണ്ട്. ഇതെന്താ അറിയോ, സാഡിസമാണ്, പൊട്ടത്തരാണല്ലോ വിളിച്ചു പറയണത്. അതെന്താ പറയാ, പെട്ടപ്ലേ ഒന്നും ചോദിക്കാതെ നിങ്ങൾ ഇന്ന ആളാണോ നോക്കുമ്പോ ഞാനല്ലാതെ അല്ല, നിങ്ങൾ പിടിച്ച അവൻ ഇത് ഇപ്പൊ ഞാൻ കേറിയിട്ട് അഭിലാഷിനെ, ഞാൻ പിടിച്ച അഭിലാഷിനെയാണ്. ഞാനും അഭിലാഷും തമ്മിൽ പിടിച്ചതോ പിടിച്ചതോ ഒന്നും ആർക്കും അറിയില്ല. പ്രഭിക്ക് അറിയില്ല. പ്രഭിയാണ് യഥാർത്ഥ കള്ളൻ. പ്രഭി എന്നോട് വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോ ഇവന് തൃക്കണ്ണോ അല്ലെങ്കിൽ ഇവന് മറ്റേ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വേണമല്ലോ, അല്ലെങ്കിൽ അഭിനെ ആയിരിക്കണം എന്ത് യഥാർത്ഥ കള്ളൻ. അപ്പൊ ഇതിലെ യഥാർത്ഥ കള്ളൻ ഇവനാണ്. അതെ, ഈ കള്ളൻ എന്നല്ല കേട്ടോ പറഞ്ഞു. പക്ഷേ അതല്ല, പച്ചേ സിനിമയിലെ പോലെ ഏതറിയോ, ഇന്നസെന്റ് പറയണ പോലെ അയ്യോ ഇത് ഫോണുകൾ കേട്ടിട്ടില്ലല്ലോ. ഫോണുകൾ കേട്ടോളൂ. ഞാനൊരു യൂട്യൂബറാണ്. എനിക്ക് കഴിഞ്ഞ 1-2 വർഷമായിട്ട്
എനിക്ക് എന്നെയും എൻ്റെ ഫാമിലിയെയും നിരന്തരമായി ഒരു പർട്ടിക്കുലർ ആള് he keeps on creating new email ID and abusing me, assaulting me. അത് വൈ എന്നുള്ളത് ചെയ്ത ആൾക്കറിയാം, വൈ എന്നുള്ളത് ഐ ഡോണ്ട് നോ. യെസ്. സോ ലാസ്റ്റ് ഒരു 1 month ആയിട്ട് he has gone aggressive. ഞാൻ വെറുതെ വിട്ടിരിക്കുകയായിരുന്നു. he has gone aggressive and with the help of cyber security team and some other people എനിക്ക് IP ട്രേസ് ഔട്ട് ചെയ്ത് കിട്ടിയത് ആ IP-യിൽ നിന്നാണ് നിങ്ങളുടെ ലിങ്ക്ഡിനും ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ പ്രൊഫൈലും യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇമെയിൽ അടക്കം എല്ലാം യൂസ് ചെയ്യുന്നത്. See, the emails you sent me, they're not mine. Okay. I don't know what cyber team you have, but you need to get a better cyber team. Yeah, of course. ഞാൻ അത് എന്തായാലും ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാണ്ട് ടു ഇൻഫോം യു ദിസ് ആൻഡ് നിങ്ങളെ പ്രൈമറി സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ കോർട്ടിൽ ലീഗലായിട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ കാരണം എനിക്ക് കിട്ടിയ ഡേറ്റാബേസ് അത് ഞാനെടുത്ത ഡേറ്റാബേസ് അല്ല, അത് ഇവിടുത്തെ ലൈക്ക് അത് എടുക്കാൻ അതോറിറ്റി ആയിട്ടുള്ള ആളുകൾ എടുത്ത ഡേറ്റാബേസ് ആണ്. സോ അത് ലൈക്ക് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാം. My plus there are many whatever. Like this is not me. There's only one that I know about. Okay. Other than me. Who studied in Manipal University? Yeah. See, listen. Who studied in Indian School, Muscat? See, listen to me. Do you want me to Like, dig up? Do you want me to dig up into everything? Okay, listen. Okay, fine. Okay, ഞാൻ എന്തായാലും അതിലേക്കൊന്നും പോകുന്നില്ല. Yes. ഞാനൊരു ആർഗ്യുമെന്റിന് വേണ്ടി വന്നതല്ല സുഹൃത്തെ. I just want to talk to you peacefully. ഒരു മിനിറ്റ്. Let me tell you one thing. Tell me any of these things. Please, can you tell me what did I even say? Okay, do you want me to send everything to you? താനാരാ എന്തോ താനാരാ? ഞാൻ അവന്റെ ഫാദറാണ്. ഫാദർ ആണോ? ഫാദറിന്റെ പേരെന്താ സാറേ? എടോ ഇയാൾക്ക് എന്തോ വേണ്ടെന്ന് ആദ്യം പറ. ഫാദർ ആണ് കേട്ടോ. ഫാദർ, വെരി ഗുഡ്. ഓക്കെ. അച്ഛനെന്നല്ല പറഞ്ഞ, ഞാൻ അവന്റെ അപ്പനാന്നാ പറഞ്ഞത്. അതെന്നെ മനസ്സിലായത് അപ്പനാണെന്ന്. നിനക്ക് എന്തോ വേണ്ടേ പറ. ഓ, അത് ശരി. ഞാൻ ഐ എം ടോക്കിംഗ് ടു യുവർ സൺ പീസ്ഫുള്ളി ആൻഡ് ഐ എം ട്രൈങ് ടു സോർട്ട് ഇറ്റ് ഔട്ട് ആൻഡ് ഐ ഡിഡ്ന്റ് കോൾ യു. ഓഹോ, കണ്ടോ, നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ല. ഇപ്പൊ എല്ലാം മനസ്സിലായി സാറേ, കുഴപ്പമില്ല. സോ നമുക്ക് we will see you. നിനക്ക് എന്തോ മനസ്സിലായെന്ന് പറ. അപ്പൊ അച്ഛനാണല്ലോ ഇതിന്റെ പരിപാടികളെല്ലാം. എന്തോ പരിപാടിയാണോ? പറഞ്ഞോ. Send it to you. You just go through it and please show it to your father also. But it's come all. ഇത് വലിയൊരു ഫോൺ കോൾ ആണ്. ഇത് മൊത്തം സുജിത് ഭക്തന്റെ വീഡിയോയിലുണ്ട്. എന്താണെങ്കിലും ഈ മെസ്സേജ്, ഈ അയച്ചിട്ടുള്ള കമന്റും ഈ അയച്ചിട്ടുള്ള മെയിൽ വഴിയുള്ള മെസ്സേജുകളിൽ നിന്നുള്ള ആ ഒരു പാറ്റേൺ ഉണ്ട്. ഇവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, തന്ത പറഞ്ഞ ലാംഗ്വേജും കറക്റ്റ്. പേരില്ലാത്ത തന്തയാണ്, തന്തയാണോ തന്തയില്ലാത്ത അറിയില്ല. എന്താണെങ്കിലും ഒരു ഒന്നില്ലെങ്കിൽ തന്തയും മകനും. എനിക്ക് തോന്നുന്നത് ശരിക്കും തന്നെയാണ് അല്ലെ? അതല്ല, തന്തയും മോനും കൂടിയാണ് പരിപാടികള്. അല്ലെങ്കിൽ മകനെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി തന്ത എന്ത് ചെയ്തിട്ടുണ്ട്, സംഗതികള് നൈസാക്കുന്നുണ്ട്. അതെ, ഭീഷണി ഉറപ്പല്ലേ. കാരണം പഠിച്ച യൂണിവേഴ്സിറ്റിന്റെയും കോളേജിന്റെയും പേര് വെച്ചപ്പോഴത്തേക്ക് ബബ്ബ അപ്പൊ മറ്റേ താറാവുകള്. അതുവരെ ഓൻ എന്ത് ചെയ്തറിയോ, ഒറ്റടിക്ക് മാറിയിട്ട് അതുവരെ ഓൻ ആക്സിഡന്റ് ആയിരുന്നു. അതെ, അതുവരെ ഉള്ളതൊക്കെ മാറിയിട്ട് പിന്നെ പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ യെസ് നോ എന്നൊക്കെ മലയാളം മനസ്സിലാവും. അതെ, അച്ഛന് നന്നായിട്ട് തന്തയ്ക്ക് നല്ല മലയാളം അറിയാം. തന്ന നല്ല തെറിയും പറയുന്നുണ്ട്, മനസ്സിലായോ? ആ കോൾ മുണ്ട് മടക്കി കുത്താനും അറിയാം. അതെ, അയാൾക്ക് മുണ്ട് പൊക്കാനും അറിയാം, എല്ലാം അറിയാം. അപ്പൊ എന്താണെങ്കിലും നല്ല ഉണ്ടാവില്ല, ആ വായിപ്പിച്ചിട്ടുണ്ടാവും. ഏറെക്കുറെ അവിടെ അങ്ങനെ ഒരു സ്ത്രീ കഥാപാത്രം. അതെ, ഒരു സ്ത്രീ അല്ല, പറയാൻ പറ്റില്ല. എന്താന്ന് അറിയാം, എനിക്ക് കെട്ടിട്ട് പൂട്ടിയല്ലോ വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ പറയാൻ പറ്റില്ല അല്ലേ, കഴിച്ചിലായി ഉണ്ടാവും ഇതിനെ ഇമാതിരി തന്താരിയും മക്കളെയും കഴിയുന്നു. അല്ല പിന്നെ ഇതെന്തിനാണ് ഈ കണ്ണുന്റെ വീട്ടില് അവരുടെ ഭാര്യേനെയും മക്കളെയും അവരെ ഫാമിലിയിലെ കയറി പറയണെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. എഫ് ആർ കെന്റെ വൈഫിനെയും
FRKന്റെ അച്ഛനെയും വെച്ച് പറയുന്നു. പിന്നെ അനിയനെ വയ്യാത്ത അനിയനെ വെച്ച് പറയുന്നു. ഞാൻ സത്യം പറയട്ടെ, ഇവനും ഇവന്റെ തന്തയാണ് ഇത് ചെയ്തതെന്നുണ്ടെങ്കിൽ സുജിത് ഭക്തനും ഭാര്യ FRK അടിക്കുന്നതിന് പിന്നെ ആ ചാൻസ് എനിക്ക് തരണം എന്നാണ് ഞാൻ പറയുന്നത്. ദയവേത് പ്ലീസ്. ആ അടി ഞാൻ അടിക്കും ഫസ്റ്റ്. എന്റെ പൊന്നി, എന്നാലും നമ്മൾ അടിക്കണല്ലേ, നമ്മളെ കൈ നാറും. വണ്ടിയില് ആ ഹക്കപ്പിലിട്ട് പോവാ ഒരു പട്ടീനെ, എന്നിട്ട് നേരെ അയച്ചിട്ടുണ്ടാവും. പട്ടിയാണെങ്കിലും അത്ര അത്യാവശ്യം നല്ല സാധനങ്ങൾ കഴിക്കുന്നതല്ലേ. പട്ടി ഇന്നെ കടിക്കും ചിലപ്പോ. തീട്ടാണോടാ തിന്നാൻ തരുന്നത്. പിന്നെ ആ പട്ടീനെ ആൾക്കാർ അയ്യയ്യേ, ഇങ്ങനത്തെ ഒക്കെ മലവാണങ്ങൾ ഉണ്ടോ ലോകത്തിൽ എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇതാണെങ്കിൽ നന്നായി ആ തൊലിയുടെ വെളുപ്പും മറ്റേ ഷെയ്വ് ചെയ്ത മുഖവും നല്ല ജോലിയും നല്ല രാജ്യത്തുള്ള, അതെ കോട്ടും സൂട്ടും, നല്ല രാജ്യത്തുള്ള ജോലിയും അമേരിക്കൻ ആക്സന്റും ഒന്നും കാര്യമില്ല. മനുഷ്യന്റെ മനസ്സ് ഇപ്പോഴും നാട്ടിലുള്ള എവിടെയോ കവലയിൽ ഏതോ കലിങ്ങിന്റെ പുറത്തിരിക്കണ വെറും തീട്ട മെന്റാലിറ്റി ആയിട്ട് നടക്കുന്നവന്മാരാണ് എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. പറയാൻ പറ്റില്ലടി, അമ്മേന്റെ വേണ്ടിട്ടോ പഠിച്ചിട്ടോ പോയതാവാൻ ചാൻസ് ഇല്ല, നാട്ടുകാർ വായിപ്പിച്ചതാവാനേ ചാൻസ് ഉള്ളൂ. അതെ, അതും മറ്റേ ഇതില് കണ്ടാൽ മതി, മരണമാസം കണ്ടാൽ മതി, നാട്ടിൽ പിരിവെടുത്ത് പറഞ്ഞയച്ചോ ശല്യം ഒഴിവാവട്ടെ പറഞ്ഞിട്ട്. എന്താണെങ്കിലും മറ്റേ ടീംസാ ഏത് അമ്മേന്റെ വയറ്റിന്ന് പോന്നപ്പോഴേ കേറി ഉറങ്ങി തന്നെ അമ്മേനെ 10 പറഞ്ഞിട്ടുണ്ടാവുക, ആദ്യം അവിടുന്ന് തുടങ്ങിയിട്ടുണ്ടാവുക. ഇതാണെങ്കിലും പിടിക്കണം, എക്സ്പോസ് ചെയ്യണം ഇങ്ങനത്തെ പറയാ. ഒന്ന് ഞാൻ നല്ല തന്തയ്ക്ക് പറഞ്ഞ മോനാണ്. അതെ, അല്ല പറയാൻ പറ്റില്ല. ഓന് പറയാ, ഓന് തന്തയ്ക്കെന്ന് പറയാൻ പറ്റില്ലെങ്കിലും മൂപ്പര് ചിലപ്പോ സ്റ്റക്കാവും. ആരെ ചൂണ്ടിക്കാണിക്കുന്നുള്ള പ്രശ്നം ഉണ്ടാവില്ലോ. നോട്ട് ദ പോയിന്റ്. വല്ല സായിപ്പാണെങ്കിലും അച്ഛനോട് പറയണ്ട. അതെ, അങ്ങനെയുണ്ടാവും. നീ ഭാഗ്യവാനാടാ. ഇത്രയെങ്കിലൊക്കെ ഓനെ കുറിച്ചൊക്കെ പറഞ്ഞ സമാധാനമില്ല. ഇവൻ തന്തയില്ലാത്ത കുട്ടിയായിട്ട് ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം കാത്തുന്നറിയില്ലേ. അതെ. അപ്പൊ ഓക്കെ ഗൈസ്, ഞാൻ ആ നിമിഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, നിങ്ങളും വെയിറ്റ് ചെയ്തോ. ഇതാണെങ്കിലും ഇവൻ ആളെ കിട്ടിയിട്ടുണ്ട്. നമ്മള് വെയിറ്റ് ചെയ്യണ്ട, നമുക്കെല്ലാം ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കാണുമ്പോ ഞങ്ങള് കാണണം അല്ലേ, അതാണ് ഞങ്ങൾക്ക് ആവശ്യം.